ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നമ്മൾ സേതുബന്ധനത്തിലെത്തിയിരിക്കുകയാണ്. ഹനുമാനിൽ നിന്ന് ശ്രീരാമന് സന്ദേശം കിട്ടി, സീതാദേവിയെ കണ്ട വിവരം. അതിനുശേഷം ശ്രീരാമനും വാനര സൈന്യവും എല്ലാം കൂടി സമുദ്രതീരത്തെത്താണ്. ആദ്യം സമുദ്രതീരത്തെത്തിയതിനു ശേഷം ശ്രീരാമൻ ശിവലിംഗ പൂജ ചെയ്യണം. ശ്രീരാമൻ ശിവലിംഗ പൂജ ചെയ്യണം. അപ്പം എൻ്റെ അർത്ഥം എന്താണ്? ദേവാദിദേവനെ പൂജിക്കാൻ. ശ്രീരാമൻ ദേവനാണ്. ദേവനെ പക്ഷെ ആരെ പൂജിക്കണം? ദേവാദിദേവനെ പൂജിക്കണം. കാരണം ദേവാദിദേവൻ മഹാദേവനാണ്. മഹാദേവൻ ശിവ ജ്യോതിർലിംഗം, അതാണ് മുഴുവൻ പേര്. ശിവനർത്ഥം മംഗളകാരി, ജ്യോതിയർത്ഥം പ്രകാശം, ലിംഗാർത്ഥം അടയാളം. അപ്പം സർവമംഗളകാരി, ദേവന്മാർക്കുൾപ്പെടെ ഋഷിമാർക്കും ദേവന്മാർക്കും മനുഷ്യർക്കും പാപാത്മാക്കൾക്കും പുണ്യാത്മാക്കൾക്കും സർവാത്മാക്കൾക്കും നാഥൻ ദേവാദിദേവൻ മഹാദേവൻ ജ്യോതി സ്വരൂപമാണ്. ഭഗവാന്റെ രൂപം ജ്യോതിയാണ്, പ്രകാശമാണ്. ആ പ്രകാശത്തെ സിംബലൈസ് ചെയ്തിരിക്കുകയാണ് ജ്യോതിർലിംഗ രൂപത്തിൽ. പണ്ട് വജ്രവും സ്ഫടികവും കൊണ്ടായിരുന്നു ശിവലിംഗം ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ തുടങ്ങിയപ്പോഴാണ്, മൂർത്തിയെ തന്നെ എടുത്തിട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് വജ്രവും സ്ഫടികവും മാറ്റിയിട്ട് ശിലയിൽ ശിവലിംഗം ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ വജ്രത്തിലും സ്ഫടികത്തിലും ആയിരുന്നപ്പോൾ അതിൽ നിന്ന് ജ്യോതിസ് വരുമായിരുന്നു. ആത്മജ്യോതിക്ക് ബന്ധം പരമാത്മ ജ്യോതിയുമായിട്ടാണ്. കാരണം നമ്മളെല്ലാവരും പറയാറില്ലേ, സത്യസ്വരൂപൻ ഒന്നേ ഉള്ളൂ, ശക്തി ഒന്നേ ഉള്ളൂ, തരുന്നത് ഒരാളാണ്. ആ ഒരാൾ ആരാണ്? ദേവാദിദേവൻ. ശ്രീരാമന് കൂടി ആ ദേവാദിദേവൻ എന്ന സർവശക്തിവാനിൽ നിന്ന് ശക്തി എടുക്കുകയാണ്, സർവശക്തിവാനെ വണങ്ങുകയാണ്. ഭഗവാനോട് പറയുക, ഇത് നിന്റെ കാര്യമാണ്, അങ്ങ് തന്നെ ഈ കാര്യം ചെയ്യൂ. അപ്പോൾ സർവശക്തിവാനായ പരമാത്മാവിനെ, പരംജ്യോതിയെ വണങ്ങിയിട്ട് പറയാറില്ലേ, ഏതൊരു കാര്യവും നമ്മൾ ആരംഭിക്കുമ്പോൾ ഭഗവാന് സമർപ്പിച്ച് ചെയ്യൂ, ഈശ്വരൻ്റെ അർച്ചനയായിട്ട് ചെയ്യൂ. കാരണം സീതയെ രക്ഷിക്കുക, ഈ സമുദ്രതീര അക്കരെ കടക്കണം, അപ്പോൾ ഇനി സേതുബന്ധനം നടക്കണം, ചിറ കെട്ടണം, കുറേ കാര്യങ്ങൾ, വലിയ ഗ്രേറ്റ് എഫേർട്ടുകൾ നടക്കണം എന്നുണ്ടെങ്കിൽ, കാര്യം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ഭഗവാന് സമർപ്പിച്ച് ചെയ്യണമെങ്കിൽ, ഈശ്വരനാണ് ചെയ്യിപ്പിക്കുന്നത്. അതാണ് ശിവലിംഗത്തെ പൂജിക്കുക ശ്രീരാമൻ. ഇത് ഭഗവത് കാര്യമാണ്. ഞാനാണ് ചെയ്യണമെന്നുള്ള ബോധം ശ്രീരാമനില്ല. പിന്നെയോ ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്യിപ്പിക്കുകയാണ്, ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. ആ ഭാവം, ആ സമർപ്പണ ഭാവമാണ് നമ്മളവിടെ കാണുന്നത്. പരമാത്മാവിനെ സമർപ്പിച്ച് ചെയ്യുമ്പോൾ എന്താവും? നമുക്കാവുമ്പോൾ ഇത്രേ ചെയ്യാൻ പറ്റൂ, സർവശക്തിവാൻ കൂടെ ഉണ്ടാവും. ആ സർവശക്തൻ കൂടെ ഉണ്ടെങ്കിൽ അസാധ്യമായത് സാധ്യമാകും. ഇത്രയും വലിയ സമുദ്രം കടന്ന് അപ്പുറം പോകണം. അപ്പം ശ്രീരാമന് തീർച്ചയായിട്ടും, ശ്രീരാമചന്ദ്രന് ബോധമുണ്ട്, ഇത്രയും വലിയ സാഗരം കടക്കണമെങ്കിൽ ആര് കൂടിയേ മതിയാകൂ? സർവേശ്വരൻ്റെ കൂട്ടുകെട്ട് കൂടിയേ മതിയാകൂ. കാരണം ഇത് സംസാര സാഗരമാണ്, വെറും കടലിൻ്റെ വിഷയമല്ലല്ലോ. ഈ സംസാര സാഗരം നീന്തിക്കിടക്കാൻ നമുക്കും എല്ലാവർക്കും ആരുടെ കൂട്ടുകെട്ട് വേണമെന്നർത്ഥം? കാരണം ഈ സാഗരത്തിലെ തിമിംഗലങ്ങളെയും സ്രാവുകളെയും ചുഴികളെയും ജീവിതത്തിൽ വരുന്ന എല്ലാ കയറ്റിറക്കങ്ങളെയും വേലിയേറ്റത്തെയും വേലിയിറക്കത്തെയും എല്ലാം അതിജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അല്ലെ സർവശക്തിവാന്റെ കൂട്ടുകെട്ട് വേണം. അടുത്തത് ശിവലിംഗ പൂജയ്ക്ക് ശേഷം എന്താ ചെയ്യണേ? സാഗരത്തോട് അഭ്യർത്ഥിക്കുകയാണ് രാമൻ, അല്ലയോ സാഗരമേ, ഞങ്ങൾക്ക് വഴി തരൂ. പക്ഷേ സാഗരം വഴി കൊടുത്തില്ലേ. അടുത്ത സ്റ്റെപ്പിൽ ശ്രീരാമൻ എന്താ ചെയ്യണേ? അമ്പ് ചെയ്യാണ്, വെള്ളം വറ്റിക്കാൻ വേണ്ടി അമ്പെടുക്കുകയാണ്. അപ്പോൾ ഉടനെ വരുണദേവൻ പ്രത്യക്ഷപ്പെടും. കാരണം വെള്ളം വറ്റിക്കാൻ പറ്റില്ലല്ലോ, വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ, എല്ലാവർക്കും കടൽ കൂടിയേ മതിയാകും. അപ്പോൾ ഉടനെ വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ശ്രീരാമനോട് പറയും,
ഇല്ല, ചിറ കെട്ടാം. അങ്ങേക്ക് അപ്പുറം കടക്കണമെന്നല്ലേ ഉള്ളൂ. അതിന് നമുക്ക് ഈ കടലിൽ കൂടി ചിറ കെട്ടാം. ചിറ കെട്ടാൻ സഹായിക്കാൻ സ്വയം വിശ്വകർമാവിൻ്റെ മകൻ നളൻ ഏറ്റവും വലിയ സിവിൽ എഞ്ചിനീയറിൻ്റെ രൂപത്തിൽ വരികയാണ്. എന്നിട്ട് എല്ലാവരും ചേർന്നിട്ട്, വാനരസേനയും ബാക്കി എല്ലാവരും ചേർന്ന്, എത്ര ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്, സമസ്ത ജീവജാലങ്ങളും ചേർന്നിട്ട്, ഓരോ കൊച്ചു കൊച്ചു കുരുവികൾ പോലും ചേർന്ന് ആണ് ചിറകെട്ടുന്നത്. കുരുവികൾ അവരവരുടെ കൊക്കിൽ പറ്റുന്ന വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുക. അണ്ണാറക്കണ്ണം പറയാറില്ലേ, സമുദ്രത്തിൽ പോയി മുങ്ങും, മണലിൽ വന്ന് ഉരുളും, ഇത്തിരി മണൽ കൊണ്ടുവന്ന് കുടഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ പറയുന്ന അണ്ണാറക്കണ്ണനും തന്നാലായത്. അപ്പം എല്ലാവരുടെയും കൂടി കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ട് ആണ് അവിടെ കാണിക്കുന്നത് ചിറകെട്ടാൻ. അതിൽ നമ്മളെന്താ പഠിക്കേണ്ടേ? ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ രാജ്യത്തിലാണെങ്കിലും വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. ഓരോ വിരൽ സഹകരണം ആവശ്യമുണ്ട്. അവരവരാൽ കഴിയുന്നത്. അണ്ണാറക്കണ്ണന് അത്രേ പറ്റുന്നുണ്ടാവുള്ളൂ, പക്ഷെ അതും വലിയ കാര്യത്തിൽ അതും ഒരു വലിയ സഹായമാണ്. അപ്പം ആ സമയത്ത് ഇത് അവരുടെ ജോലി, അവരുടെ ഉത്തരവാദിത്തമല്ല, അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കൈയും കെട്ടിയിരിക്കുകയല്ല. ഒരു വീട്ടിലാണെങ്കിൽ പോലും നോക്കൂ, ഒരു ഫാമിലിയിൽ 2 പേരും 3 പേരും ഉണ്ടെങ്കിൽ, ഒരു അച്ഛനും അമ്മയും 2 മക്കളും ഉണ്ടെന്നിരിക്കട്ടെ, രാവിലെ ഒരു അമ്മ കയറി അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുക, അച്ഛൻ സുഖമായിട്ട് പേപ്പറും വായിച്ചുകൊണ്ട് വെളിയിലിരിക്കുക, മക്കൾ അവരവരുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് എല്ലാവരും കഴിക്കാൻ നേരം വന്ന് ഫ്ലൈറ്റിൻ്റെ മുന്നിലിരിക്കുക. അതല്ല, 24 മണിക്കൂർ ആരും പഠിക്കുകയൊന്നുമില്ല. ഒരു മകനാണെങ്കിലും മകൾക്കാണെങ്കിലും എന്ത് ചെയ്യാം, ഒരു കഷ്ണം മുറിച്ചു കൊടുക്കാം, ഒന്ന് അടിക്കാം, ഒരാൾക്കൊന്ന് തുടയ്ക്കാം, ഒരു തേങ്ങ ചിരകി കൊടുക്കാം. ഇത് ഹസ്ബൻഡിനും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. 4 ആളും കൂടെ ചേർന്ന് ചെയ്താൽ, കാരണം 2 പേർക്കും ചിലപ്പോൾ ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ തന്നെ ഒരാൾക്ക് ജോലി ഇല്ല എന്ന് തന്നെ ഇരുന്നോട്ടെ വീട്ടമ്മയ്ക്ക്. എന്നാൽ പോലും ഇത്രയും കാര്യങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഉച്ചക്കലത്തെ ആകണം, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും കൊടുക്കണം, ഉച്ചക്കലത്തേക്കുള്ളത് ടിഫിൻ ബോക്സിലാക്കണം, എത്ര കാര്യങ്ങളാ. ഇത്രയും കഷ്ണങ്ങൾ മുറിക്കണം, തേങ്ങ ചിരകണം, അരയ്ക്കണം, പാത്രം കഴുകണം, അതിൻ്റെ ഇടയിൽ താഴെ എന്തെങ്കിലും വീണാൽ ക്ലീൻ ചെയ്യണം. എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും ചേർന്ന് വരുമ്പോൾ വലിയൊരു കാര്യമാണ്. അതേസമയം എല്ലാവരും ചേർന്ന് അവരവരാൽ കഴിയുന്നത് ചെയ്താലോ, ഒരാൾ അടിക്കണു, ഒരാൾ തുടയ്ക്കണു, ഒരാൾ കഷ്ണം മുറിക്കണു, ഒരാൾ തേങ്ങ ചിരകി കൊടുക്കണു, എല്ലാവരും കൂടെ ചേരുമ്പോൾ എന്താവും, അരമണിക്കൂറിലെ കാര്യം വേഗമാകും, എല്ലാവർക്കും സന്തോഷം. പരസ്പര സ്നേഹം എന്ന് പറയുന്നത് അതാണ്. അപ്പോഴേ അത് കുടുംബമാകുള്ളൂ, ഫാമിലി ആകുള്ളൂ. അതുപോലെ ഒരു ഓഫീസിലാണെങ്കിലും ഏതേത് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഏത് കാര്യത്തിൽ എന്ത് ചെയ്യണം, ഓരോരുത്തർക്കും അവരവരാൽ കഴിയുന്നത്. ചിലർക്ക് ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കിയാൽ ചിലർക്ക് ശരീരം കൊണ്ടുള്ള എഫർട്ട്, നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴും സമൂഹത്തിൽ നടക്കുമ്പോഴും, അത് ഭഗവത് കാര്യമാകട്ടെ, സമൂഹത്തിന് വേണ്ടിയാകട്ടെ, ഒരു ആത്മീയ കാര്യമാകട്ടെ, നമ്മുടെ നാട്ടിൽ ഏത് കാര്യം നടക്കുമ്പോഴും നാടിൻ്റെ ഒരു വികസനം, സമൂഹത്തിൻ്റെ ഒരു വികസനം, ഏതൊരു നല്ല കാര്യം നടക്കുമ്പോഴും നമ്മൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് മാറണം. ഇപ്പം നോക്കൂ, നമ്മുടെ നാട്ടിൽ സ്വച്ഛ് ഭാരത് പ്രൊജക്റ്റ് നടക്കുക. ഭാരതത്തിൽ എല്ലാം ശുദ്ധമായിരിക്കണം, കാരണം അത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കുറച്ച് പേര് ക്ലീൻ ചെയ്യുക, ബാക്കി നമ്മളെല്ലാവരും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയല്ലല്ലോ. നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ വീട്ടിൽ അവരവരുടെ വ്യക്തിപരമായിട്ടും അവരവരുടെ ഫാമിലിയിലും അവരവരുടെ ഓഫീസിലും പരിസരത്തും നമ്മളെല്ലാവരും അത്രയും തന്നെ ചെയ്താൽ എന്തായി, നമ്മുടെ നാട് ക്ലീൻ ആയിട്ടിരിക്കുക. ഇത് ഒരാളുടെ ആവശ്യമല്ല, പിന്നെ നമുക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ടിരിക്കാൻ, വെൽത്തി ആയിട്ടിരിക്കാൻ, ഹാപ്പി ആയിട്ടിരിക്കാൻ ശുദ്ധി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാകണം, ഓരോരുത്തരും ഒരു വിരൽ സഹായം ചെയ്യണം, എല്ലാവരും. ഇപ്പം ഭക്തിയിലാണെങ്കിലും നോക്കൂ, ഇപ്പം ശബരിമല പോകണു എല്ലാ ഭക്തരും, പോയിട്ട് എല്ലാ കുപ്പയും കൊണ്ടുപോയി പമ്പയിൽ വലിച്ചെറിയുക. അപ്പം അത്രയും പമ്പാചലം പാവന നദി നമ്മൾ പറയുക, എല്ലാം കൊണ്ടുപോയി അവിടെ വലിച്ചെറിയുക അഴുക്കുകൾ. എന്നിട്ട് കുറേ പേര് പോയിട്ട് ക്ലീൻ ചെയ്യുക. വലിച്ചെറിയുന്നവർ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക, ശുദ്ധാക്കണവർ ശുദ്ധാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല, നമുക്കെല്ലാവർക്കും ചില കടമകളുണ്ട് അല്ലേ. അപ്പം ചിറകെട്ടുകയാണ്. അപ്പം ചിറകെട്ടുമ്പോൾ നളൻ നോക്കൂ, സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യ എത്ര കാലങ്ങൾക്ക് മുമ്പ് ഈ ടെക്നോളജി എല്ലാം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ടും അതെല്ലാം ഉപയോഗപ്പെടുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഇപ്പോഴാണ് ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയത് അല്ലേ. അപ്പം ഈ ടെക്നോളജി എല്ലാം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് പറയില്ല, ഒന്നും നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് പഠിക്കുന്നതല്ല, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ട് നോളേജ്. അതിനെ ഒന്ന് തേച്ച് മിനുക്കിയെടുക്കുക, ഇരുട്ടൊന്ന് മാറ്റിയെടുക്കുക. അപ്പോഴാണ്
അറിവ് പുറത്തേക്ക് വരുന്നത്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എഞ്ചിനീയറും വേണം, സൂപ്പർവൈസറും വേണം, ഓരോരുത്തരും എല്ലാവരും, വാനരന്മാരും വേണം, അണ്ണാറക്കണ്ണനും വേണം, കുരുവിയും വേണം, എല്ലാവരും ചേരുകയാണ്. എല്ലാവരും. അടുത്തത് നമുക്ക് സേതുബന്ധനം മനസ്സിലാക്കി തരുന്നത് അടുത്ത സന്ദേശം, അടുത്ത ഗുണപാഠം എന്താണ്? ചിറയാണ്. ഒരറ്റത്ത് രാമൻ നിൽക്കുകയാണ്, മറ്റേ അറ്റത്ത് സീത നിൽക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും കൂടി എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിക്കണം. രാമനും സീതയും തമ്മിലുള്ള സമാഗമം നടക്കണം. കാരണം സീത രാവണന്റെ കയ്യിലാ, രാക്ഷസന്റെ കയ്യിലാ. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രാമനുമായിട്ട് സംഗമിക്കണം. അപ്പൊ നോക്കൂ, രാമൻ ഇവിടുന്ന് അവിടെ എത്താൻ ചിറയുടെ ഒന്നും ആവശ്യമില്ല. ഈശ്വരന് ചിറ വേണ്ട, പാലമൊന്നും ആവശ്യമില്ല. നമുക്ക് പാലം വേണം. സർവശക്തിവാൻ എന്നാ നമ്മൾ പറയാം. സർവശക്തിവാനല്ല പാലത്തിൻ്റെ ആവശ്യം. ആവശ്യം ആർക്കാണ്? ആത്മാരാമനാണ്. ആത്മാവാകുന്ന രാമന് എന്ത് ചെയ്യണം? പരമാത്മാവാകുന്ന രാമനുമായിട്ട് കൂടിച്ചേരണമെങ്കിൽ, അല്ലെങ്കിൽ ആത്മാവാകുന്ന സീതയ്ക്ക് പരമാത്മാവാകുന്ന രാമനുമായിട്ട് കൂടിച്ചേരാൻ എന്ത് വേണം? ചിറ വേണം. നമുക്ക് വേണ്ടുന്ന പാലമാണ് മെഡിറ്റേഷൻ, ധ്യാനം. ഹനുമാൻ ഒറ്റച്ചാട്ടത്തിനപ്പുറം പോയി. പക്ഷെ എല്ലാവർക്കും അതേപോലെ സംസാര സാഗരം, ഒറ്റച്ചാട്ടത്തിന് ഹൈജമ്പ് ചെയ്യാനുള്ള പവർ എല്ലാവരിലില്ല. ചില ആത്മാക്കൾക്കുണ്ട്. നമ്മുടെ ഋഷിമാർ ഹൈജമ്പ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചില മഹാത്മാക്കൾക്ക്, പുണ്യാത്മാക്കൾക്ക് സ്വയം ഹൈജമ്പ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. എത്ര മഹാത്മാക്കളെ നമുക്ക്, പുണ്യാത്മാക്കളെ കാണാം, കേൾക്കാറുണ്ട്. എത്ര ഗുരുക്കന്മാർ അവർ സ്വയം ഹൈജമ്പ് ചെയ്ത് ഭഗവാനുമായിട്ട് കൂടി ചേരുന്നുണ്ട്. പക്ഷെ അവരൊറ്റയ്ക്ക് യാത്ര ചെയ്യുന്നില്ല. അവരെല്ലാവരും എന്താ ചെയ്യണേ? എല്ലാവരെയും നോക്കൂ. അത് അമ്മയെ നോക്കൂ, അല്ലെങ്കിൽ ഗുരുജിയെ നോക്കൂ. എല്ലാവരും എന്താ ചെയ്യണേ? അവര് സ്വയം ചാടി ഭഗവാന്റെ അടുത്ത് എത്തുക മാത്രമല്ല, ബാക്കി എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരെയും ആരുമായിട്ട് കണക്ട് ചെയ്യിക്കണം? സർവശക്തിവാനുമായിട്ട്. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? ധ്യാനം നമുക്ക് പരിശീലിച്ചേ മതിയാകൂ. കാരണം നമുക്ക് ചാടാൻ അറിയണില്ല. അതുകൊണ്ട് നമുക്ക് പഠിക്കണം. അതുകൊണ്ട് അഭ്യാസം വേണം. അതിനാണ് ജ്ഞാനത്തിൻ്റെ ആവശ്യം. ഒരു പാലം കെട്ടണം, ഈ സാധന സാമഗ്രികളെല്ലാം വേണം. കല്ലും തടിയും എല്ലാം എടുത്തിട്ടാണ് വരണം. ഇന്ധനം വേണമല്ലോ. യാത്രയാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവിന് സർവശക്തിവാനായ പരമാത്മാവിൻ്റെ അടുത്തേക്ക്, ഓർമ്മയിലേക്ക്, ഭഗവാന്റെ അടുത്തേക്കുള്ള യാത്രയാണ്. ഇതൊരു വയർലെസ് കണക്ഷനാണ്. ഇതിന് വേണ്ടുന്ന ഇന്ധനമാണ് ജ്ഞാനം. ജ്ഞാനമാകുന്ന ഇന്ധനം വേണം. പ്യൂരിറ്റിയുടെ ബലം വേണം. പവിത്രതയുടെ ശക്തി വേണം. പിന്നെയും സങ്കല്പം, വിചാരങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ശ്രേഷ്ഠ വിചാരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ വേണം. ശുദ്ധ വിചാരങ്ങൾ, ശുഭവിചാരങ്ങൾ, ദൃഢസങ്കല്പങ്ങൾ. എന്നിട്ട് ആ ഒരു സങ്കല്പത്തിൽ ഏകാഗ്രമായിരിക്കാൻ ബുദ്ധിക്ക് അഭ്യാസം വേണം. മനസ്സിൽ ശ്രേഷ്ഠ വിചാരം രചിക്കണം. ബുദ്ധിക്ക് ആ രചിക്കപ്പെട്ട ഒരു വിചാരത്തിൽ നിലനിർത്താൻ പറ്റണം. അപ്പം മാത്രമേ മനസ്സും ബുദ്ധിയുടെയും കൂടി ഏകാഗ്രത. അതുകൊണ്ടാണ് ഭഗവാനെ കാണുമ്പോൾ നമ്മളെല്ലാവരും കൈകൂപ്പണേ. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സംയോജനമാണ്. അപ്പോഴാണ് എന്ത് നടക്കണേ? ഈ മനസ്സും ബുദ്ധിയും ഒന്നിലേക്ക്, ഒരാളിലേക്ക്, ഒരു സങ്കല്പത്തിൻ്റെ ആധാരത്തിൽ ഒരു പരമാത്മാ പിതാവിലേക്ക് ഏകാഗ്രമാകുമ്പോൾ എന്ത് നടക്കും? സൂര്യൻ്റെ പ്രകാശത്തെ ഒരു ലെൻസ് ഉപയോഗിച്ച് ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പേപ്പർ കൊണ്ടുവയ്ക്കുമ്പോൾ ആ പേപ്പർ കത്തിപ്പോകുന്നു നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് മെഡിറ്റേഷനിൽ നടക്കണേ. മനസ്സും ബുദ്ധിയും ഈ ലെൻസ് ഉപയോഗിച്ച് നമ്മളെ ആത്മാവ് പരമാത്മാവിൻ്റെ അടുത്തേക്ക് കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ ഇതിലുള്ള വികർമ്മങ്ങളെല്ലാം, പാപകർമ്മങ്ങളെല്ലാം ജന്മജന്മാന്തരങ്ങളായി നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയ ഭൂതങ്ങളെല്ലാം കത്തിപ്പൊക്കോളും. അഴുക്കുകളെല്ലാം ഭസ്മായിക്കോളും. പാപകർമ്മങ്ങളുടെ ഭാരമെല്ലാം ഭസ്മീകരിക്കപ്പെടും. പിന്നെയോ യോഗ അഗ്നി എന്ന് പറയാ. ഈശ്വരൻ്റെ ഓർമ്മയാകുന്നത് അഗ്നിയിലിടുമ്പോൾ അഗ്നിക്ക് 2-3 വിശേഷതയുണ്ട്. ഒന്ന്, ചില വസ്തുക്കൾ അത് കത്തിച്ച് കളയും, പാപം ഭസ്മമാകും. അടുത്തതെന്താണ്? സ്വർണം തീയിലിട്ട് അത് ഷേപ്പ് മാറും.
അതുപോലെ നമുക്ക് നമ്മുടെ ചില സ്വഭാവം, ഞാൻ മുൻകോപിയാണ്, ശുണ്ഠിക്കാരനാണ്, അപ്പം എനിക്കെന്താ വേണ്ടേ? ക്രോധം മാറണം. ക്രോധം മാറി സഹനശീലതയുള്ളയാളായിട്ട് മാറണം. സഹനശക്തി എൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു വരണം. ശാന്തത എന്നിലേക്ക് വരണം. അപ്പം ശാന്തത എന്ന് പറയുന്ന ഗുണം, സഹനശക്തി എന്ന് പറയുന്ന പവർ, അതിലേക്ക് പരിവർത്തനപ്പെടണം ക്രോധം മാറിയിട്ട്. ആ പരിവർത്തന ശേഷി ഇതിനുണ്ട്, മെഡിറ്റേഷനുണ്ട്. ആ ശാക്തീകരണമാണ്, എംപവറിങ് പ്രോസസ്സാണ് മെഡിറ്റേഷൻ. ഭഗവാൻ ശാന്തിയുടെ സാഗരമാണ്. ആ സാഗര തീരത്തിരിക്കുമ്പോൾ ശാന്തിയുടെ ആ ശീതള കിരണങ്ങൾ നമുക്ക് അനുഭവപ്പെടുക. പരമാത്മാവിൻ്റെ ആ ഗുണങ്ങൾ നമ്മളെ, ആ നിറം നമ്മളിലേക്ക് പതിയുക. ഒരു തുണി, ഒരു വെള്ള തുണി കൊണ്ടുപോയി നമ്മൾ ഉജാലയിലിട്ടാൽ ആ വെള്ള തുണിയിലേക്ക് ഉജാല കളർ പിടിക്കും. എത്ര സമയം വെക്കുന്നോ അത്രയും കളർ പിടിക്കും. കളർ ഡ്രസ്സ് കൊണ്ടുപോയി മുക്കി അതറിയില്ല. അതുപോലെ ഇവിടെ ക്ലീൻ ആണെങ്കിൽ, ക്ലിയർ ആണെങ്കിൽ, അശുദ്ധിയില്ലെങ്കിൽ, പ്യൂരിറ്റിയുടെ പവർ നമുക്കുണ്ടെങ്കിൽ പരമാത്മാ പിതാവിലെ ഉജാല കളറൊക്കെ എവിടേക്ക് വന്നോളും? നമ്മളിലേക്ക് വരും. ഭഗവാന്റെ പക്കലുള്ള ഉജാല കളർ ഏതാണ്? ശാന്തി, സ്നേഹം, ജ്ഞാനം, ശുദ്ധി. സർവഗുണങ്ങളുടെ കടലാണ്. ആ ഗുണങ്ങളുടെ നിറം നമ്മുടെ മേലെ പതിയും. അതാണ് നമ്മൾ ഹോളിക്ക് കണ്ടിട്ടില്ലേ നിറം പതിപ്പിക്കുന്നത്. ഒരു പീച്ചാങ്കുഴൽ എടുത്തിട്ട് എന്താ ചെയ്യുക? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളർ അടിക്കും. ശരിക്കും പറഞ്ഞാൽ കളർ പതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സർവ്വാത്മാക്കൾക്കും ആരിൽ നിന്നാ കളർ പതിക്കേണ്ടത്? നമ്മൾ പറയില്ലേ, ആരുടെ കൂടെ കൂട്ടുകൂടിയിരിക്കുന്നു അവരെ പോലെയാകും. അപ്പം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പരമാത്മ സംഘത്തിലിരിക്കുമ്പോൾ, ഈശ്വരനുമായിട്ട് കൂടിച്ചേർന്നിരിക്കുമ്പോൾ, ആത്മാവ് പരമാത്മ സ്മൃതിയിലിരിക്കുമ്പോൾ പരമാത്മാവിൽ നിന്നുള്ള കളറ് നമ്മളിൽ പിടിക്കുക. ഈശ്വരൻ്റെ കളർ, അത് ഗുണങ്ങളുടെ കളറാണ്. ആ കളറാണ് ഇവിടേക്ക് നിറയണത്. അപ്പം പ്യൂരിഫിക്കേഷനായി, ശക്തീകരണമായി, കളർ പിടിക്കലുമായി. അടുത്തത് എന്താണ്? ഹീലിംഗ് പവറാണ്. നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം വേദനകളുണ്ടോ, മുറിവുകളുണ്ടോ, അസ്വസ്ഥതകളുണ്ടോ, അതിനെ മാറ്റിയിടുക. അതുകൊണ്ട് മെഡിറ്റേഷൻ, മെഡിരേ എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ലാറ്റിൻ വേർഡിൽ നിന്ന്. മെഡിരേ മീൻസ് ടു ഹീൽ, സുഖപ്പെടുത്തുക. കാരണം സുപ്രീം സർജനാണ്, വൈദ്യനാഥനാണ് ഭഗവാൻ. അതുകൊണ്ട് വൈദ്യനാഥന് നമ്മൾ ആത്മാക്കളാകുന്ന സീതമാര് പരമാത്മാവാകുന്ന രാമൻ്റെ അടുത്ത് പോയി അഡ്മിറ്റ് ആവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അഡ്മിറ്റ് ആവണം, പോയി ഇരുന്ന് കൊടുക്കണം, എന്നാലേ ചികിത്സിക്കാൻ പറ്റുള്ളൂ ആൾക്ക്. ഞാൻ ബിസിയാണ് എനിക്ക് സമയമില്ല പറഞ്ഞാൽ പിന്നെ എങ്ങനെ ചികിത്സിക്കുക? അപ്പോൾ അതുകൊണ്ട് ആത്മാവ് പരമാത്മാ പിതാവിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ട് ഇരുത്തി കൊടുക്കണം. അതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ക്ഷേത്രത്തിൽ പോയി തൊഴുതതിന് ശേഷം പറയില്ലേ പൂർവികർ, അങ്ങനെ ഇറങ്ങിപ്പോകാൻ പാടില്ല, കുറച്ചു നേരം അവിടെ ഇരിക്കണം. നമ്മളിരിക്കും, അവിടെ പോയി നടയിലോ കല്ലിലോ എവിടെ സ്ഥലമുണ്ടോ എവിടെയെങ്കിലും പോയി ഇരിക്കും എല്ലാവരും. ഇരുന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ രണ്ടാൾ ചേർന്നാൽ പോയി നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് വർത്തമാനം പറയും. അല്ലെങ്കിൽ അവിടെ ആര് വരണു, ആര് പോണു, ആര് തൊഴണു, എങ്ങനെ തൊഴണു, അവരെ നോക്കിക്കൊണ്ടിരിക്കും. ഇരിക്കാൻ പറഞ്ഞല്ലോ, പൂർവികർ പറഞ്ഞിട്ടുണ്ട് ഇരിക്കണം, അങ്ങനെ ഇറങ്ങിപ്പോകാൻ പാടില്ല, നമ്മളിരിക്കും. ആരുടെ കൂടെ ഇരിക്കണം? ഇരുന്നിട്ട് ഞാൻ അവിടെ എന്താ ചെയ്യേണ്ടത്, എന്തിനാ ഇരിക്കാൻ പറഞ്ഞേ, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. നമുക്കെല്ലാവരും വഴിപാടാ. ഇരിക്കാൻ പറഞ്ഞാൽ ചടങ്ങ് നടത്തി കൂടെ ഇരിക്കണം, ഉപവാസിക്കണം. ആരുടെ കൂടെ? അവിടെ ഇരിക്കാൻ, ക്ഷേത്രത്തിൽ ഇരിക്കാൻ പറഞ്ഞു. അർത്ഥം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ആരെ ഇരിക്കണേ? ആരെ കാണാനാ നമ്മൾ വന്നേ? ഭഗവാനെ. അപ്പോൾ ഈശ്വരനോടൊപ്പം തൊഴുതിട്ട് അങ്ങ് പോയാൽ പോരാ. നമ്മൾ ചിലർ കണ്ടിട്ടില്ലേ, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും സമയമില്ല, അതുകൊണ്ട് വണ്ടിയിലിരുന്ന് തന്നെ എല്ലാം കാണിച്ചിട്ടങ്ങ് പോകും. അത്രയ്ക്കും സമയമില്ലേ, ഉള്ളിൽ കയറിയൊന്ന് തൊഴാൻ പോലും സമയമില്ല. ചിലർ കണ്ടിട്ടില്ലേ, വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ പൈസ എറിഞ്ഞേക്കും അങ്ങോട്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി വഴിയിൽ നിന്ന് പെറുക്കിയത് കൊണ്ടുപോയി വഞ്ചിയിലിടട്ടെ. നമ്മൾ ബിസിയല്ലേ. എന്തിലാ ബിസി? ആലോചിക്കുക. അപ്പം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പാലമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു പാലം എന്തിനാ കിട്ടുക? അങ്ങോട്ട് പോകാൻ മാത്രമല്ല, ഇങ്ങോട്ടും വരാം. ഈ പാലത്തിൽ കൂടി നടക്കുന്നത് ഭഗവാനല്ല, ഇത് യൂസ് ചെയ്യുന്നത് ആരാണ്? നമുക്ക് ഓരോ ജീവാത്മാവിനും പരമാത്മാവിൻ്റെ അടുത്തേക്ക് നമുക്ക് നമ്മുടെ കാര്യം പറയുകയും വേണം, നമ്മുടെ അസുഖങ്ങളെല്ലാം ഡോക്ടറോട് പറയുകയും വേണം. ഡോക്ടർ നമുക്ക് എന്ത് ചികിത്സ വിധിക്കുന്നു, ഭഗവാനിൽ നിന്നുള്ളത് എടുക്കുകയും വേണം. നമുക്ക് കേൾക്കണം.
പ്രാർത്ഥനയിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് പറയാനുള്ളതെല്ലാം പറയും. പറഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെ സമയമില്ലല്ലോ, ഒറ്റ ഓട്ടാണ്. അവിടുന്ന് നമുക്ക് എന്താ നിർദ്ദേശം കിട്ടുക? അത് സ്വീകരിക്കാൻ പോലും സമയമില്ല. ഇനി വല്ല പ്രസാദത്തിനും കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂജാരിയോട് പറഞ്ഞേക്കുക അത് വീട്ടിൽ എത്തിച്ചേക്കോ, അല്ലെ പോസ്റ്റ് ചെയ്തേക്കോ, അല്ലെ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തു വിട്ടേക്കോ. കാരണം നമുക്ക് തിരക്കല്ലേ. അതുകൊണ്ട് നമ്മൾ റിയലൈസ് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യണം? ഭഗവാന്റെ അടുത്ത് ഇരുന്ന് കൊടുത്താലേ ഈശ്വരന് നമ്മളെ ചികിത്സിക്കാൻ പറ്റുള്ളൂ, ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ പവർ, ഹീലിംഗ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതും ആ എനർജി വന്ന് നമ്മളെ ഹീൽ ചെയ്യണതും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഫീലിംഗ് ആണ്. ഫീലിംഗ് ഉണ്ടാവണം. അത് ശബ്ദത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല, നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ നടക്കേണ്ടുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് മെഡിറ്റേഷൻ. അത് സൈലൻസിലാണ് നടക്കുന്ന ഹീലിംഗ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ടുള്ള രോഗിയെ അഡ്മിറ്റ് ചെയ്താൽ എന്താ ചെയ്യുക? നേരെ ICU കൊണ്ടുപോകും. ഐസൊലേറ്റഡ് വാർഡ്. അതാണ് മെഡിറ്റേഷൻ. എല്ലാവരുടെ അടുത്തും, ബന്ധുമിത്രാദികളുടെ അടുത്തു നിന്ന് എല്ലാം മാറ്റും. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? രോഗിയും ഡോക്ടറും മാത്രം. നമ്മളും സുപ്രീം സർജനും മാത്രമാകണം. ആ സൈലൻസിലാണ് എന്ത് നടക്കുക? ആ ഐസൊലേറ്റഡ് വാർഡാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എല്ലാവരുടെയും കൂടെയാണ്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും അയ്യോ ഭഗവാനെ അതെന്തായി, ഇതെന്തായി, മറ്റേതെന്തായി, അവരെ നോക്കും ഇവരെ നോക്കും. അവിടെ മെഡിറ്റേഷൻ പ്രക്രിയ, ഹീലിംഗ് പ്രോസസ്സ് നടക്കില്ലേ. അപ്പോൾ നമുക്ക് അല്പസമയം മെഡിറ്റേഷൻ ചെയ്യാം, ഭഗവാനോടൊപ്പം ഇരുന്ന് കൊടുക്കുക, ഐസൊലേറ്റഡ് വാർഡിലേക്ക് പോവാം. കലിയുഗ കാലഘട്ടത്തിൽ രാവണത്വത്തിൻ്റെ പിടിയിലമർന്ന ആത്മാവാകുന്ന സീത എനിക്ക് രാമനുമായി കൂടിച്ചേർന്നു. അതിനാൽ സേതുബന്ധനം കൂടിയേ മതിയാക്കും. എനിക്ക് രാമൻ്റെ അരികിൽ എത്തിച്ചേരണം. പലപ്പോഴും പ്രാർത്ഥനയും വിളക്കുവയ്ക്കലും എല്ലാം ചെയ്യുന്നുവെങ്കിലും മനസ്സുകൊണ്ട്, ബുദ്ധിയുടെ ഏകാഗ്രത കൊണ്ട് രാമൻ്റെ അടുത്ത് എത്തിച്ചേരാൻ കഴിയാറില്ല. വികാരങ്ങളാൽ ഈ സംസാര സാഗരത്തിൽ തന്നെ അലഞ്ഞ് തിരിഞ്ഞ് നീന്തി തളരുകയാണ്. അല്പസമയം ഈ സേതുബന്ധനത്തിലൂടെ, ധ്യാനത്തിലൂടെ പരമാത്മ സാന്നിധ്യം അനുഭവിക്കാം. ഫലം കയറൂ. ഈ ദേഹം ഇതൊരു വസ്ത്രം മാത്രമാണ്. ഇരുപുരികങ്ങളുടെ മധ്യത്ത് കുടികൊള്ളുന്ന ആത്മാവാകുന്ന സീതയാണ് ഞാൻ. സ്ത്രീ, പുരുഷൻ, അമ്മ, അച്ഛൻ ഇതെല്ലാം ഈ നാടകശാലയിലെ വേഷം മാത്രമാണ്. ഈ വേഷമെല്ലാം അങ്ങോട്ട് അഴിച്ചു വെച്ചോളൂ അല്പസമയത്തേക്ക്. ഓരോ വേഷവും അഴിച്ചു കഴിഞ്ഞാൽ ഈ ദേഹം തന്നെ നാടകശാലയിൽ കിട്ടിയ വസ്ത്രമാണ്. ഇതും മരണത്തിൽ നഷ്ടപ്പെടും. ബാക്കി അവശേഷിക്കുന്നത് ഞാൻ, ശുദ്ധ ചൈതന്യ ആത്മാവ്. അന്തരാത്മാവ് സുഖമനുഭവിക്കുകയാണ്. ശാന്തിയുടെ സുഖം.
പരമാത്മാവിൽ നിന്നുള്ള ചൈതന്യം കരണ്ട് പോലെ എന്നിലേക്ക് പ്രവഹിക്കുകയാണ്. ബാറ്ററി ചാർജാകും പോലെ. ആത്മാവിൽ ശക്തിയുടെ കരണ്ട്. സൈലൻസിൽ ഇത്രയും ശക്തിയുണ്ടെന്ന് അനുഭവിക്കുകയാണ് ഞാൻ. എൻ്റെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും നീങ്ങി മനസ്സ് പ്രശാന്ത സുന്ദരമാണിപ്പോൾ. ഈ പ്രശാന്തിയോടെ ഞാൻ എൻ്റെ കർമ്മക്ഷേത്രത്തിലേക്ക് മടങ്ങുകയാണ്.